ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പലർക്കുമുള്ള ഒരു സംശയവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള ബിഗ് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തേക്ക് വാട്സപ്പിൽ ഗ്രൂപ്പ് കോൾ ചെയ്യുന്നതിനായിട്ട്, അത് വീഡിയോ കോൾ ആയിരുന്നാലും ശരി, അല്ല സാധാ കോൾ ആയിരുന്നാലും ശരി, നോർമലി വാട്സപ്പ് കോൾ ആയിരുന്നാലും ശരി, നമുക്ക് 4 പേരെ വെച്ച് മാത്രമേ ഇത്തരം കോളുകൾ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ വാട്സപ്പ് ഈ ഒരു അപ്ഡേറ്റിങ്ങിലൂടെ 4 പേർ എന്നുള്ളത് 8 പേരാക്കി ഉയർത്തിയിരിക്കുകയാണ്. ഇനി മുതൽ നമുക്ക് 8 പേരെ വെച്ച് നമുക്ക് വാട്സപ്പ് കോളും വാട്സപ്പ് വീഡിയോ കോളും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു കോൺഫറൻസ് കോളിലേക്ക് നമുക്ക് 8 പേരെ അനുവദിക്കാൻ സാധിക്കും. ഇതാണ് വാട്സപ്പിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. എന്നാൽ പലരും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്കാർക്കും ഈ ഒരു 8 പേരെ വെച്ച് ഗ്രൂപ്പ് കോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പലരും പറയുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും 4 പേരെ വെച്ച് മാത്രമേ സാധിക്കുന്നുള്ളൂ, 8 പേരെ വെച്ച് സാധിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം കൂടി ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷനും പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ അതായത് വാട്സപ്പിന് ഈ ഒരു ഫീച്ചർ, ഈ 8 പേരെ വെച്ച് ഗ്രൂപ്പ് കോൾ ചെയ്യുന്നതിനുള്ള ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പ് എല്ലാ വാട്സപ്പ് യൂസേഴ്സിനും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു വാട്സപ്പ് ഫീച്ചർ, ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പിന് ബീറ്റാ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് വാട്സപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് വാട്സപ്പ് ബീറ്റാ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ 8 പേരടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് കോളിലേക്ക് നിങ്ങൾക്ക് ആഡാവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 8 പേർ വെച്ചുള്ള ഈ ഗ്രൂപ്പ് കോളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വാട്സപ്പ് ഈ ഒരു അപ്ഡേറ്റ് നൽകുന്നതിന് ചിലപ്പോൾ 1-2 ആഴ്ച എടുത്തേക്കാം. എന്നാൽ അത് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ലഭ്യമാകും. എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഈ ഒരു ഫീച്ചറിലേക്ക് 8 പേർ വെച്ചുള്ള ഗ്രൂപ്പ് കോളിംഗ് ഫീച്ചേഴ്സിലേക്ക് നിങ്ങൾക്ക് അംഗമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ബീറ്റാ വേർഷനിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ വാട്സപ്പ് ബീറ്റാ വേർഷനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബീറ്റാ വേർഷനിലേക്ക് മാറാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് തന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പും ബീറ്റാ വേർഷനിലേക്ക് മാറാവുന്നതാണ്. ബീറ്റാ വേർഷനിലേക്ക് മാറി നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് കോളിംഗ് ഫീച്ചേഴ്സ്, 8 പേര് വെച്ചുള്ള ഗ്രൂപ്പ് കോളിംഗ് ഫീച്ചേഴ്സിലേക്ക് നിങ്ങൾക്ക് അംഗമാകാവുന്നതുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രിക്ക് നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവുന്നില്ല, ഏതെങ്കിലും കാരണവശാൽ ഫെയിലായി പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബീറ്റാ വേർഷൻ, ലേറ്റസ്റ്റ് വാട്സപ്പിൻ്റെ ബീറ്റാ വേർഷൻ്റെ APK ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു APK ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തും നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബീറ്റാ വേർഷനിലേക്ക് മാറാവുന്നതാണ്. ഈ 2 രീതിയിലും നിങ്ങളുടെ വാട്സപ്പ് ബീറ്റാ വേർഷനിലേക്ക് ആക്കി ഈ ഒരു ഫീച്ചേഴ്സ്, വാട്സപ്പിൻ്റെ 8 പേരടങ്ങുന്ന ഗ്രൂപ്പ് കോളിംഗ് ഫീച്ചേഴ്സിലേക്ക് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.